നമസ്കാരം. യുവതലമുറയെ ഇനി പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്ന് വ്യക്തമായ CPMന്റെ ആകെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇനി പ്രായമായവരുടെ വോട്ട് മാത്രമാണ്. എന്തെല്ലാം കൊള്ളരുതായ്മകൾ ഇപ്പോൾ ഭരിക്കുന്ന നേതാക്കൾ ചെയ്തു കൂട്ടിയാലും വളർന്നു വന്നത് ആദ്യകാല കമ്മ്യൂണിസ ആശയങ്ങളുടെ ചുവടുപിടിച്ചാണ് എന്നതിനാൽ ഇനിയുള്ള കാലം മുഴുവൻ ഇടതിനു വേണ്ടി മാത്രം വോട്ട് ചെയ്യുമെന്ന നിലയിൽ ഉറച്ചു നിൽക്കുന്നവരാണ് അവർ എന്നതുകൊണ്ടാണ് അത്തരം വോട്ടുകൾ ഇടത് നേതാക്കൾ ഉറപ്പിക്കുന്നത്. എന്നാൽ തങ്ങൾക്ക് ഉറപ്പെത്തു തോന്നുന്ന ആ വോട്ട് പോലും പിടിച്ചു പറിച്ച് സ്വന്തമാക്കാൻ ശ്രമം നടത്തുകയാണ് CPM. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വോട്ടെടുപ്പിനിടെ നടന്ന സംഭവം ഇക്കാര്യത്തെ ഒന്നുകൂടെ ഉറപ്പിക്കുന്നു. പ്രായമായവരെ സ്വന്തം വോട്ട് ചെയ്യാൻ അനുവദിക്കാതെ CPIM പ്രവർത്തകർ സഹായിക്കുന്നുവെന്ന് ആരോപിച്ച് പോളിംഗ് ബൂത്തിൽ വാക്കേറ്റമുണ്ടായിരിക്കുന്നു. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ 17-ാം നമ്പർ ബൂത്തിലായിരുന്നു ഈ സംഭവം. രാവിലെ മുതൽ ഓപ്പൺ വോട്ട് ചെയ്യാൻ എത്തിയ വയോധികരെ ബന്ധുക്കളുടെ സമ്മതം ചോദിക്കാതെ തന്നെ CPM പ്രവർത്തകർ വോട്ട് ചെയ്യിപ്പിക്കുന്നു എന്നാണ് പരാതി. UDF പ്രവർത്തകരാണ് ഇക്കാര്യം ആരോപിച്ചിരിക്കുന്നത്. ഇതോടെ LDF UDF പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുകയും ചെയ്തിരുന്നു. രാവിലെ മുതലേ ബൂത്തിൽ വോട്ടർമാരുടെ നീണ്ട നിര തന്നെയാണ് ഉണ്ടായിരുന്നത്. കനത്ത ചൂട് തുടങ്ങും മുമ്പ് തന്നെ വോട്ട് രേഖപ്പെടുത്താനായി പോളിംഗ് ബൂത്തിലേക്ക് എത്തിയവരായിരുന്നു ആ ജനങ്ങൾ. വയോധികരടക്കം ഓപ്പൺ വോട്ട് ചെയ്യാനുള്ളവരും ഈ ബൂത്തിൽ എത്തിയിരുന്നു എന്നാണ് റിപ്പോർട്ട്. തമാശ എന്തെന്നാൽ ആരെയും നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും വോട്ട് പിടിക്കാൻ സാധിക്കില്ലെന്ന് അവകാശപ്പെടുന്ന CPMന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇത് സംബന്ധിച്ചിട്ടുള്ള ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. അതായത് വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ചില കേന്ദ്രങ്ങൾ വോട്ടർമാരെ ഭീഷണിപ്പെടുത്തി സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുവെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. സമസ്ത ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനകൾ സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ നേതാക്കളെയും പ്രവർത്തകരെയും അണികളെയും ഭീകരത സൃഷ്ടിച്ച് ഭീഷണിപ്പെടുത്താനുള്ള ഇത്തരം നീക്കങ്ങൾ കേരളത്തിൽ വില പോകില്ലെന്നായിരുന്നു MV ഗോവിന്ദൻ മാഷ് കഴിഞ്ഞ ദിവസം പ്രസ്താവനയിൽ പറഞ്ഞത്. ജനാധിപത്യ ഇന്ത്യയിൽ ഓരോ പൗരനും നിഷ്പക്ഷമായി ചിന്തിച്ച് വോട്ട് ചെയ്യാൻ അവകാശമുണ്ട്. ഈ അവകാശം ഉൾപ്പെടെ സ്വതന്ത്രമായി ജീവിക്കാനും സഞ്ചരിക്കാനും അഭിപ്രായം രേഖപ്പെടുത്താനുമുള്ളത് ഇന്ന് ഏറ്റവും അനുയോജ്യമായ നാടാണ് കേരളം. ആ കേരളത്തിൽ ജനാധിപത്യപരമായ അവകാശങ്ങൾ രേഖപ്പെടുത്താനും അഭിപ്രായങ്ങൾ തുറന്നു പറയാനും മുന്നോട്ട് വരുന്നവരെ ഭീഷണിപ്പെടുത്തി ഒതുക്കാൻ ശ്രമിക്കുന്നത് അംഗീകരിക്കാനാകില്ല. ഇത്തരം ഭീഷണികളെ ചെറുത്ത് തോൽപ്പിച്ച നാടാണ് കേരളമെന്നും MV ഗോവിന്ദൻ പറഞ്ഞിരുന്നു. ഇങ്ങനെയുള്ള ഭീഷണിയിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്മാറണമെന്നും NV ഗോവിന്ദൻ മാഷ് പറയുകയുണ്ടായി. ഈ ഭീഷണികളിൽ നിന്നും വോട്ടർമാർ വഴങ്ങില്ലെന്നും ഇതെല്ലാം തിരിച്ചറിയണമെന്നും CPIM സെക്രട്ടറി പ്രതികരിച്ചിരുന്നു. എന്നാൽ ഈ പറയുന്ന CPM സെക്രട്ടറിയുടെ അതേ പാർട്ടിയിലുള്ള സഖാക്കന്മാർ തന്നെയാണ് തങ്ങൾക്ക് ഉറപ്പുള്ള വോട്ട് പോലും ബലം പ്രയോഗിച്ച് പിടിച്ചു പറിക്കാനുള്ള ശ്രമം നടത്തുന്നത്. അതായത് ഇത്തവണ തോൽക്കുമെന്ന ഭയം CPM നേതാക്കളെ വല്ലാതെ അലട്ടുന്നുണ്ടെന്ന് ചുരുക്കം.